ജൂൺ 4 വോട്ടെണ്ണാൻ പോവുകയാണ്. വോട്ടെണ്ണാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്ന സാറേ ഉത്തര ഇന്ത്യ, അതായത് നോർത്തിൽ എത്ര സീറ്റായിരിക്കും ബി ജെ പിക്ക് പരമാവധി കിട്ടാൻ പോകുന്നതാണ്. ഇപ്പം നോർത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 245 സീറ്റ് മൊത്തത്തിലുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു 183 സീറ്റാണ് ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലുള്ളത്. നോർത്തിലാണ് ബി ജെ പി പരമാവധി സീറ്റ് കളക്ട് ചെയ്യാൻ ബി ജെ പിക്ക് പറ്റുന്നതും. സൗത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കുറച്ച് പാടാണ്, കർണാടക ഒഴിച്ചു കഴിഞ്ഞാലുള്ള ബാക്കി പ്രദേശങ്ങൾ. പിന്നെ കേരളത്തിൽ നിന്നൊക്കെ 2 സീറ്റ്, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അപ്പോൾ ഈ നോർത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സീറ്റാണ് ബി ജെ പിക്ക് നിർണായകം. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിന്ന് 80 സീറ്റ് ഉത്തർപ്രദേശിലുണ്ട്. അതിൽ 62 സീറ്റാണുള്ളത്. ഇത്തവണ 80 കളക്ട് ചെയ്യുന്ന യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു. 77 സീറ്റെങ്കിലും കളക്ട് ചെയ്തേക്കും എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കാരണം അയോധ്യ രാമക്ഷേത്രത്തിൻ്റെയൊക്കെ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ നോർത്തിലേക്ക് മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ രാജസ്ഥാനിൽ നോക്കിക്കഴിഞ്ഞാൽ 25-24 സീറ്റുണ്ട്. പിന്നെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, പിന്നെ ബി ജെ പിക്ക് ഡൽഹിയിൽ 7 ഉണ്ട്. മുഴുവൻ സീറ്റും ബി ജെ പി ഉള്ള സംസ്ഥാനങ്ങളുമുണ്ട്. ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇത്തവണ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു വിലയിരുത്തലിൽ ഈ നോർത്തിൽ ഇത്തവണ 245 സീറ്റിൽ എത്ര സീറ്റ് ബി ജെ പി കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ ചനുഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യയെ മുഴുവൻ നമ്മൾ 5ആയിട്ട് വിഭജിച്ചിട്ട് ഉത്തരമേഖല, ദക്ഷിണ മേഖല, കിഴക്ക് മേഖല, പിന്നെ വടക്ക് കിഴക്കൻ, പശ്ചിമ മേഖല, ഈ 5. ഇപ്പോൾ നമ്മൾ പിന്നെ ഉത്തരമേഖലയിലേക്ക് വരുമ്പോൾ ഉത്തരമേഖല ഈ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നതിൻ്റെ ഒരു ഭൂരിഭാഗം അവിടെ കിടക്കുകയാണ്. 245 സീറ്റ്. ഈ സീറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് പോയാലേ ഈ സംസ്ഥാനം കൂടി കടന്നു പോകാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളെ കൂടി അതത് മേഖലകളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു പിന്നെ ഒരു വിശകലനവും ഒരു വിലയിരുത്തലുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളെ കുറിച്ച് നമ്മൾ ഇതിനോട് അന്നേരം നമ്മൾ ABC മീഡിയ ഭരണവും തന്നെ വളരെ കൃത്യമായി ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ അനാലിസിസിന്റെ സമയമായി ഇനിയിപ്പോൾ ഇത്ര കിട്ടും, ഇത്ര കയ്യിൽ നിന്ന് പോകും എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ 183. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം പോലെ തുടങ്ങാം. ലഡാക്ക് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യയിലെ തന്നെ ഭൂമിശാസ്ത്രപരമായി ഏറ്റവും വലിയ ഒരു പിന്നെ പ്രദേശമാണ്. അവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലഡാക്ക് എന്ന് പറയുന്നത് അഭിമാന പ്രശ്നമാണ്. കാരണം ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അവിടെ ബി ജെ പി MP വരുന്ന എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ബി ജെ പി. അത് വളരെ പിന്നെ ഈ തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണ്. അവിടെ നേരത്തെ BJP തന്നെ ആയിരുന്നു. ഇത്തവണയും സ്വാഭാവികമായിട്ടും BJP സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അവിടെ ഈ അടൽ ടണൽ, സോജില ടണൽ, പിന്നെ ഒട്ടനവധി റോഡുകൾ. പണ്ട് ഇതൊക്കെ പിന്നെ മോദി സർക്കാർ 2014 വരും മുമ്പ് അവിടെ എത്തിപ്പെടുക, അങ്ങനെ സ്ഥലമാണ്. അതിന് വളരെ പിന്നെ വികസനത്തിന്റെ നല്ലൊരു ലാഞ്ചന അവിടെ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. സംവിധാനമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇത്തവണയും ആ ഒരു സീറ്റ് കിട്ടും. പിന്നെ വരുന്നത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ തവണ ഈ ലഡാക്ക് കൂടി ചേർത്തിട്ട് 6 പിന്നെ സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലഡാക്ക് അങ്ങോട്ട് പോകുന്നു. പിന്നെ 5 അവിടെ കാശ്മീരിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ഇല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ അതൊരു വിഷയമല്ല. ആദ്യം കാശ്മീരി ജനതയുടെ ഹൃദയത്തിലേക്ക് കയറുക, പിന്നെ പാർലമെന്റ് മെമ്പർ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പിന്നെ നയം BJP സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഇത്തവണ കഴിഞ്ഞ 3 ഒരുമിച്ച് കിടന്നപ്പോൾ പിന്നെ 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് ഒരുപക്ഷെ പിന്നെ 1 or 2 കിട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്. 3 സീറ്റിൽ നിന്ന് കുറയും. 3 സീറ്റല്ല, കഴിഞ്ഞ തവണ ലഡാക്ക് കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ബാക്കിയുള്ളത് 5. 5-ൽ 2 BJP ഉണ്ടായിരുന്നത്. അതിൽ ചിലപ്പോൾ ഇനി പോയാൽ പോലും 1 പോകുള്ളൂ. 2 കിട്ടാനുള്ള സാധ്യത. അതായത് കൂടുകയില്ല, കുറഞ്ഞാലും 1 കുറയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. പിന്നെ ചണ്ഡീഗഡിലും സ്ഥിതി വേറെ മറ്റൊന്നുമല്ല. ഒരുപക്ഷെ ചണ്ഡീഗഡിൽ 1 സീറ്റ് ഉണ്ടാവും, 1 സീറ്റ് കിട്ടും. അത് പോയാൽ പോലും നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു എന്താണ് ഒരു സീറ്റ് കിട്ടിയില്ലെന്ന് വെക്കുക. എപ്പോഴും അത് വലിയ കുറവല്ല. മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഇത്രയ്ക്കും ഇവിടെ കിട്ടുമെന്ന് കൃത്യമായി തന്നെ പറയാൻ നമുക്ക് സാധിക്കും. കേരളത്തിൽ ഒരു സീറ്റ് പിടിച്ച വേണമെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാം. പിന്നെ ഡൽഹി നമുക്കിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ്. അവിടെ പിന്നെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഡൽഹിയിൽ നമ്മുടെ കഴിഞ്ഞ 14-19 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി ഇപ്പോൾ പിന്നെ മറിച്ച് കളയും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനകത്തൊരു സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം 2.5 ലക്ഷം മുതൽ 5.5 വരെയായിരുന്നു ഭൂരിപക്ഷം. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി ചിന്തിക്കുന്നത് പോലെ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത്. മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും കൂടി കഴിഞ്ഞ 2 വർഷങ്ങളിലെയും തവണകളിലെയും പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരുമിച്ച് കൂട്ടിയാൽ പോലും അതിലും ഒരു ഫാർ ഹെഡാണ് BJP നിൽക്കുന്നത് 19. അപ്പോൾ ഒരു 10-14% വോട്ട് ഇത്തവണ അധികം പിടിച്ചാൽ മാത്രമേ AAPക്കോ
പിന്നെ കോൺഗ്രസിന് ഒരു സീറ്റുകളോട് ഇത്തവണ AAPക്ക് എന്തായാലും കിട്ടാൻ സാധ്യത, കാരണം കെജ്രിവാളിന്റെ കേസൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ AAPക്ക് വളരെ ഗണ്യമായിട്ടുള്ള രീതി കുറവായിരിക്കും. ഇത്തവണയും പിന്നെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ 7 സീറ്റും BJP അവിടെ സാധ്യത. പിന്നെ പറയുന്നവർക്ക് പലതും പറയാം, കോൺഗ്രസ് പിടിക്കുന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഈ വലിയൊരു അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണത്. അവിടെയുള്ള ആകെ 5 സീറ്റുകളും 61% വോട്ടുകൾ നേടി BJPക്കായിരുന്നു. ഉത്തരാഖണ്ഡ് നോക്കട്ടെ, ദേവഭൂമിയാണ്. 5 സീറ്റും BJP തൂത്തുവാരി. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് തൽക്കാലം നമുക്ക് ഈ 400 അല്ലെങ്കിൽ 370 എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും നമുക്ക് ഏറ്റവും കുറഞ്ഞാൽ ഇനി ഈ പറഞ്ഞതുപോലെ ഒരു ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ നാട്ടിലെ സാഹചര്യങ്ങളെല്ലാം മാറി എല്ലാം ഞങ്ങളിൽ അധികാരത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞാൽ ഒരു വാദത്തിന് അംഗീകരിച്ചു കൊടുത്താൽ പോലും 5 എന്നുള്ളത് വേണമെങ്കിൽ 4 3 ഒക്കെ ആയിട്ട് കുറഞ്ഞാൽ പോലും നമ്മൾ പിന്നെ ഇവർ തമ്മിലുള്ള ഒരു അന്തരം വളരെ വലുതായിരിക്കും, ഇന്ത്യ സഖ്യവും പിന്നെ NDA തമ്മിലുള്ളത്. പിന്നെ ഹിമാചൽ പ്രദേശ്, ഹിമാചലിൽ 14ലും 19ലും സംസ്ഥാനത്തെ 4 സീറ്റുകളിലും വിജയിച്ചത് BJP. ഇവിടെ BJP തകരും എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴും പിന്നെ തകർച്ചയുടെ ലക്ഷണങ്ങളൊന്നും കൃത്യമായി കാണിക്കുന്നില്ല. അവിടെ സംഭവിക്കുന്നു പറയുന്നത് ഇപ്പോൾ പിന്നെ മണ്ഡിയിലെ പിന്നെ സ്ഥാനാർത്ഥിയുടെ കാര്യം, അവിടെ 2001 ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചിരുന്നു. അതൊരു അട്ടിമറി വിജയം തന്നെയാണ്. അപ്പോൾ അട്ടിമറിക്ക് സാധ്യതയുണ്ട് വാസ്തവത്തിൽ. അവിടെ അട്ടിമറി വിജയം എന്ന് പറയുന്നത് അവിടെയും ഒത്തിരി വലിയ ഭൂരിപക്ഷങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ഭൂരിപക്ഷത്തെയാണ് പിന്നെ പ്രതിഭാ സിംഗ് മറിച്ച് വന്നത്. സ്വാഭാവികമാണ്, അങ്ങനെ സംഭവിച്ചു കൂടായികയില്ല. അപ്പോൾ BJP 4 ഉണ്ടായിരുന്നു, 2ലേക്ക് കുറയുക എന്ന് പറയുന്നത് ഇലക്ഷനാണ്, അതൊക്കെ സംഭവിക്കാം. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ഇത്തവണ വലിയ മത്സരമാണ് നടക്കുന്നത്. അവിടെയും 4 സീറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അവിടെയും ഈ എന്താണ് വിക്രമാദിത്യ സിംഗ് ആണ് അവിടെ മാണ്ടിയിലെ. എന്തായാലും അവിടെ എനിക്ക് തോന്നുന്നു പിന്നെ 4 സീറ്റും പിടിക്കാനാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അട്ടിമറി പോലെയുള്ള അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കാണുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ ആരും കാണാത്ത രീതിയിൽ മോദി തരംഗം, വിരുദ്ധ തരംഗമുണ്ട് എന്നൊക്കെ പറയുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ള കാര്യമാണ്. പിന്നെ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ 2014 10 സീറ്റ് ഉണ്ടായിരുന്ന BJP ഒരു സീറ്റ് നഷ്ടപ്പെടുത്തി 2019 9ലേക്ക് ചുരുങ്ങിയ ഒരിടമാണ്. അവിടെയും വലിയ പിന്നെ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ അട്ടിമറിയൊന്നും സ്വാഭാവികമായും കാണുന്നില്ല. ഇനി വേണമെങ്കിൽ ഈ 9 എന്നുള്ളത് നമുക്കൊരു വാദത്തിന് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ വിശകലനം പോകുന്നത്, അങ്ങനെയാണ്. ഇതൊക്കെയാണോ എങ്കിൽ കൂടിയും ഒരു വാദത്തിന് വേണമെങ്കിൽ നമുക്കിതിനെ ഒരു 6ലേക്ക് വേണമെങ്കിൽ ചുരുക്കി കൊടുക്കാം. എത്ര ചുരുക്കിയാലും BJP കേവല ഭൂരിപക്ഷം കടക്കുമെന്നുള്ളത് തർക്കമില്ല. പലരും അവസാന ഘട്ടങ്ങളിലൊക്കെ ആശങ്കകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടോ എങ്കിൽ കൂടിയും ആ ആശങ്ക അതേപടി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളും പറയുന്നത് ഈ ഒരു 7 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 9 എന്ന് പറയുന്നത് ചിലപ്പോൾ 9-7ലേക്ക് അല്ലെങ്കിൽ ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ പറയുന്നത് ഏറ്റവും കുറച്ചാണ് ഈ പറയുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 9 കിട്ടിയിരുന്നത്. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് 7ലേക്ക് പോയാലും നമുക്ക് പിന്നെ അത്ഭുതപ്പെടാനൊന്നുമില്ല. പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. പിന്നെ ഹരിയാന നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ സീറ്റുകളും പിടിച്ചുകൊണ്ടിരിക്കുന്നത് 10 BJP ആണ്. പക്ഷേ ഇത്തവണ ചില വിഷയങ്ങളവിടെ ഉണ്ട്. ആ വിഷയങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യാതെ ഹരിയാന പല ആൾക്കാരും പറയുന്നത് കർഷക സമരം ഒന്നാമത്തെ കാര്യം, രണ്ടാമത് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, ഇതൊക്കെ വലിയ രീതിയിലുള്ള ഹരിയാനയിൽ അഡ്രസ് ചെയ്യപ്പെടുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ 10 സീറ്റിൽ കുറച്ച് സീറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. വേണമെങ്കിൽ കുറയാം. ഒരു കേജ്രിവാൾ എഫക്ട് എവിടെയെങ്കിലും പ്രതിഫലിക്കുമെങ്കിൽ അതൊന്ന് പിന്നെ കൂടിയാണ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു ബോർഡറിൽ പ്രതിഫലിക്കും പോലെ പഞ്ചാബില് മാനിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തിലാണ് വസൂൽ അവിടെ മേൽക്കോയ്മ ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ബോർഡർ ഏരിയ എന്നുള്ളതിൽ കേജ്രിവാളിന് വേണമെങ്കിൽ ഇത് ആൾക്കാർ എങ്ങനെയാണ് ചിന്തിച്ച് നമുക്കറിയാമല്ലോ. പിന്നെ കർഷക സമരത്തിൽ ഒരുപാട് തരത്തിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടി പലർക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷേ BJPയുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ കർഷക സമരം നയിച്ച രാകേഷ് ടിക്കായത്തിന്റെ മണ്ഡലത്തിൽ പോലും BJPയാണ് പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ BJPക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ പറയുന്നത് എന്നിരുന്നാലും ആ ഒരു ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചാലോ കൂടിപ്പോയ ഒരു 2 സീറ്റ്. പിന്നെ പഞ്ചാബില് പിന്നെ 13 പിന്നെ സീറ്റ്. ബാക്കിയുള്ള എല്ലാ പഞ്ചാബില് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ വഴിയില്ല. BJPക്ക് പഞ്ചാബിൽ പണ്ട് BJPക്ക് സീറ്റ് ഇല്ല. ശിരോമണി അകാലിദളുമായിട്ട് BJP നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് BJP അവരിപ്പോൾ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ പോലും എൻ്റെ ഒരു വിലയിരുത്തൽ സാറേ 400 സീറ്റും നരേന്ദ്രമോദി പിടിക്കാൻ, നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം കടന്ന് 300-350 എത്തിക്കഴിഞ്ഞാലും ശിരോമണി അകാലിദളിനൊക്കെ BJP വലിച്ചു ചേർക്കും എന്നാണ് നമ്മളൊരു വിലയിരുത്തൽ വരുന്നത്. അപ്പോൾ പഞ്ചാബിൽ എങ്ങനെ വന്നാലും 2 സീറ്റാണ്. നമുക്ക് നോക്കാം. പഞ്ചാബിൽ അവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ ഒരു പ്രത്യേകം നമുക്ക് എടുത്ത് കാണേണ്ടതെന്ന് പറയുന്നത് തമിഴ്നാട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കോൺഗ്രസിന് സീറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് 8
സീറ്റ് ആണ് കോൺഗ്രസിനോട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സീറ്റ് ഇത്തവണ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമുണ്ട്. കോൺഗ്രസ് പിടിച്ചേക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അവിടെ അത് ആം ആദ്മി പാർട്ടി AIP കടന്നു കയറാൻ സാധിച്ചു. അപ്പോൾ കോൺഗ്രസിനുള്ള സീറ്റുകൾ കുറയും. ഇപ്പോൾ അങ്ങനെ കോൺഗ്രസ് സീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇന്ത്യയിൽ അവർ ലക്ഷ്യമിടുന്ന ഒരു സംഖ്യയുണ്ട്. പഞ്ചാബ് കോൺഗ്രസിന്റെ ഒരു സ്ട്രോങ് പ്രദേശമാണ്. പക്ഷേ എനിക്ക് പഞ്ചാബിലെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആയിരുന്നു. പുള്ളിക്കാരൻ BJP NDA ചേർന്നു. പിന്നീട് അത് വലിയൊരു അടിയായി പോയി കോൺഗ്രസിന്. അപ്പൊ അതോടുകൂടി കോൺഗ്രസിന്റെ നാശം ഏതാണ്ട് പഞ്ചാബിൽ പോലെയാണ്. ഇത്തവണ തന്നെ 8 സീറ്റ് അവർക്ക് ഉണ്ടാകില്ല. ആ 8 സീറ്റ് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഒരു തിരിച്ചടിക്ക് ഒരിടം പഞ്ചാബ് കൂടി ആയി മാറിയേക്കും. പിന്നെ BJP ചിലപ്പോൾ അവിടെ കിട്ടിയില്ല എന്ന് പോലും വന്നേക്കാം. അത് നമ്മളത് അങ്ങനെ തന്നെ എടുക്കുകയാണ്, അതേ അർത്ഥത്തിൽ എടുക്കുകയാണ്. പിന്നെ ബീഹാർ എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യ സഖ്യം വളരെയേറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. അതേപോലെ തന്നെ പിന്നെ NDAയും അതേപോലെ നിൽക്കുകയാണ്. ബീഹാറും ഒട്ടും പല പല വിഷയങ്ങൾ അവിടെ ഉണ്ട് വാസ്തവത്തിൽ. അറിയാമല്ലോ, ഇപ്പോൾ നമുക്കിപ്പോൾ പിന്നെ ഈ ബിജു ജനതാദൾ ആയാലും ശരി, ഒഡീഷയിൽ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം എന്താണെന്ന് കാണാൻ ബീഹാറിലോട്ട് നമുക്ക് ഇറങ്ങി ചെല്ലേണ്ടി അവിടെ പലപ്പോഴും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പഴയ രീതിയിലെ ഈ ജാതി സമവാക്യങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രക്രിയ ഈ 2014 19 വന്നപ്പോൾ വളരെ കൃത്യമായി മാറ്റിയെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. വികസനം ഒരു അജണ്ടയാക്കി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ BJP സർക്കാർ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും സ്വാഭാവികമായും നമ്മൾ പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഭംഗിയായ സീറ്റുകൾ BJP പിടിച്ചിരുന്നു. അവിടെയും ആ 2 മുഖ്യ കക്ഷികളും തന്നെ, പിന്നെ നിതീഷ് ശരി, പിന്നെ BJP ആയാലും ശരി, അവിടെയും കൃത്യമായും നല്ലൊരു ശതമാനം സീറ്റ് BJPക്ക് ലഭ്യമാകുമെന്നതിനാണ് മിക്കവാറും എത്ര പറഞ്ഞാലും 40 സീറ്റുണ്ട് ബീഹാറിൽ. 17 സീറ്റിലാണ് മത്സരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു അയോധ്യ എഫക്ട് ബീഹാറിൽ അടിക്കാനുള്ള സാധ്യത അങ്ങനെ പറയാൻ കഴിയില്ല. എങ്കിലും ബീഹാർ ഒരു ഹിന്ദി ഹൃദയഭൂമി തന്നെയാണ്. ഉത്തർപ്രദേശിൽ 80 സീറ്റുണ്ട്, ബീഹാർ 40 സീറ്റുണ്ട്. ചിലർ ഈ പിന്നെ ഉത്തരമേഖല ബീഹാറിനെ മാറ്റി നിർത്തി പറയുന്നുണ്ട് ചിലർ. പക്ഷേ എങ്കിലും അങ്ങനെയല്ല. പിന്നെ ബീഹാറിനെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അയോധ്യയുടെ കേസ് ഈ മറ്റിടങ്ങളിൽ പ്രതിഫലിക്കും പോലെ ഇവിടെ വരണമെന്നില്ല. എങ്കിലും മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് ഇവിടെ 3 അയോധ്യ തരംഗം ആഞ്ഞടിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എത്ര കുറഞ്ഞാലും നമുക്കൊരിപ്പോൾ നമ്മൾ വച്ചിരിക്കുന്നത് തന്നെ നമുക്കൊരു 13-14 സീറ്റ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് വച്ചിരിക്കുന്നത്. 17 വച്ചിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഈ സമരങ്ങളും കാര്യങ്ങളും പിന്നെ കോൺഗ്രസ് കുറച്ചുകൂടി ഒന്ന് ശക്തി തെളിയിക്കേണ്ട ആവശ്യമുണ്ട് അവിടെ. അപ്പോൾ അത് ചിലപ്പോൾ സാധിച്ചേക്കാം. അവരുടെ കൂട്ടുകെട്ടുകൾ അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും അവിടെയും ചിലപ്പോൾ 2 സീറ്റ് കോൺഗ്രസ് പിടിച്ചാൽ അല്ലെങ്കിൽ മറ്റു സഖ്യം പിടിച്ചാൽ തന്നെയും ഇതിങ്ങനെ വരും. പിന്നെ അടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ജാർഖണ്ഡ്. അവിടെ 2014 14 സീറ്റുകളിൽ മത്സരിച്ച BJPക്ക് 12-ലും 19-ൽ 13 സീറ്റിൽ മത്സരിച്ചപ്പോൾ 11-ലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. ജാർഖണ്ഡ് ആയാലും ശരി, പിന്നെ അവിടെ അറിയാലോ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആ ഏരിയയിൽ ഒരുപാട് വിഷയങ്ങളാണ് വാസ്തവത്തിൽ. അവിടെയും ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ചില ഒരുപാട് വിഷയങ്ങൾ അവിടെ എത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ഇന്ത്യ സഖ്യത്തിന്. പക്ഷേ എങ്കിൽ കൂടിയും BJPക്ക് വ്യക്തമായ സ്വാധീനമുള്ളൊരു മേഖല തന്നെയാണ്. പെട്ടെന്നൊന്നും അങ്ങനെ കഴുകിക്കളയാൻ കഴിയുന്നൊരു സാഹചര്യമല്ല ഇവിടെയുള്ളത്. എങ്കിൽ പോലും നമ്മൾ വിലകൽപ്പിക്കുന്ന ഒരു 8 സീറ്റോ അല്ലെങ്കിൽ 7 സീറ്റോ വരെ എത്ര കുറച്ച് കിട്ടിയാലും ഉള്ള സാധ്യതയാണ് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ മധ്യപ്രദേശ് അത് പറയേണ്ട കാര്യമില്ല. പലപ്പോഴായി പല ഘട്ടങ്ങളിലായി അത് പിന്നെ ഒരു തേർവാഴ്ച എന്ന് പറഞ്ഞാൽ ക്ലീൻ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ വലിയ പ്രതീക്ഷകളൊന്നും മറ്റാരും വെച്ചിട്ട് കാര്യമില്ല. സാഹചര്യം പിന്നെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. അവിടെ പിന്നെ ഉൾപാർട്ടി പ്രശ്നങ്ങളും അവരെ അലട്ടുന്ന വിഷയങ്ങൾ ഒരുപാടാണ് അവിടെ വാസ്തവത്തിൽ. BJPയിലേക്ക് വന്നു. അതെ, അപ്പോൾ അത് വലിയ വലിയ വിഷയങ്ങളാണത്. കാരണം അവിടെ കൺട്രോൾ വിട്ടു പോവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ അതും BJPക്ക് അനുകൂലമായി ഇത്തവണയും മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഒരു അത്ഭുതമില്ല, സ്വാഭാവികമായൊരു രീതിയാണ് വരുന്നത്. അവിടെയും നമ്മൾ പറഞ്ഞിരിക്കുന്നു പിന്നെ 2 സീറ്റ് നമുക്ക് അവിടെയും വേണമെങ്കിൽ കുറച്ച് തന്നെ ഇടാം. നേരത്തെ പിടിച്ചത് 27 സീറ്റ് പിടിക്കും. 29 സീറ്റ് ടോട്ടൽ 26 സാധ്യത ഇല്ലെന്ന് പറയുന്നില്ല. 26 ആയാലും നമുക്ക് പിന്നെ നമുക്ക് കുറച്ച് തന്നെ നമ്മൾ കണ്ടാൽ മതി. പിന്നെ ഉത്തർപ്രദേശിന്റെ കാര്യം ഉത്തർപ്രദേശാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമ്മളെല്ലായിടത്തും കുറച്ചു, പക്ഷേ ഉത്തർപ്രദേശ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. 62 സീറ്റേ ഉള്ളൂ, കൂടത്തേ ഉള്ളൂ എന്ത് പറഞ്ഞാലും. പക്ഷേ അല്ല, നമുക്കൊരു വാദത്തിന് ഈ പറയുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണ്. ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഈ ജനം മനസ്സിൽ ചിലത് കരുതിയിട്ടുണ്ട്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നേക്കും രാമക്ഷേത്രത്തിലേക്ക് വണ്ടി. രാമൻ എന്ന് പറയുന്ന ഒരു വികാരം പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വികാരമായിരിക്കാം. പക്ഷേ എങ്കിലും അങ്ങനെയല്ല. ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു വികാരമുണ്ട്. അവിടെ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും എന്താണ് ഉത്തർപ്രദേശ്. പിന്നെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിട്ട് നമുക്ക് പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ ഭരണം എന്ന് പറയുന്നത് ആ കോവിഡ് കാലത്തൊക്കെ നമ്മൾ പിന്നെ അത്
വലിയ വലിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്ന് പല സംസ്ഥാനങ്ങളും മടിച്ചു നിന്നപ്പോൾ ചങ്കൂറ്റത്തോടുകൂടി ഈ കാര്യങ്ങളെ നേരിട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഗുണ്ടാരാജ് അമർച്ച ചെയ്യപ്പെട്ടത്. സ്ത്രീ സുരക്ഷ അത് ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ അപ്പോൾ പലപ്പോഴും നമ്മുടെ പോലീസിൻ്റെ അമിത ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ പോലീസുകാർക്ക് പവർ കൊടുത്തു യോഗി ആദിത്യനാഥ്. മാത്രമല്ല അത് ഒരു നിയമവിധേയം അല്ലെങ്കിൽ കൂടിയും ചിലപ്പോൾ ചില കുറ്റവാളികളെ ഏറ്റുമുട്ടൽ ഉള്ള മരണമൊക്കെ സംശയാസ്പദമാണ്. എങ്കിൽ കൂടിയും അവിടെ പിന്നെ ഈ എന്താണ് ബലാത്കാരം ചെയ്യുന്ന ഒരുത്തനെ ഒരാൾ മറ്റൊരാളെ ബലാത്കാരം ചെയ്യുന്നത് കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചില വിഷയങ്ങൾ കൂടി അതിനകത്തുണ്ട് വാസ്തവത്തിൽ. അവിടെ ഒരുപാട് നമ്മൾ പലതവണ UP ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മേഖലയാണ്. പക്ഷേ എങ്കിലും അവിടെ നമുക്ക് കഴിഞ്ഞ തവണത്തെ സീറ്റിലും 14 സീറ്റ് 19 ഇപ്പോൾ കുറയുകയാണ് ചെയ്തത്. 71 72 നിന്നും 62 വരികയാണ് ചെയ്തത്. 62 എന്ന് പറയുന്നതോടെ കൂടാനാണ് സാധ്യത. ഇനി അല്ല 62 നിന്നാൽ പോലും അവിടെ നഷ്ടപ്പെടാനൊന്നും ഒന്നും സംഭവിക്കാനില്ല. അത് അങ്ങനെ കാര്യം ഇവിടെ ഉത്തർപ്രദേശിൽ സംഭവിച്ചാൽ അത് BJPക്ക് അടി തന്നെയാണ്. ഉത്തർപ്രദേശിൽ BJPക്ക് സീറ്റ് കുറഞ്ഞാൽ നരേന്ദ്രമോദി തരംഗത്തിന് ഇടിവ് സംഭവിച്ചു. കാരണം പിന്നെ ഈ എതിരാളികൾ പോലും ഇവിടെ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറഞ്ഞാൽ അതൊരു വലിയ അടി തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി രാജസ്ഥാൻ 24 സീറ്റും വാരി കൊണ്ടുപോയി. പിന്നെ അങ്ങനെയാണ് സാഹചര്യങ്ങൾ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 14 19 ഇതാണ് സാഹചര്യം. അവിടെയും വാസ്തവത്തിൽ പിന്നെ വിഷയങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യവും പിന്നെ വച്ചപിടിച്ച് വരുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും പിന്നോട്ട് അടിക്കാനാണ് സാധ്യത അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇക്കുറി പിന്നെ ചില സ്റ്റെപ്സൊക്കെ അവരെടുത്ത് ഇടതുപക്ഷ പാർട്ടികളെയൊക്കെ കൂട്ടി അങ്ങനെ ചില നാമമാത്രമാണെന്നൊക്കെ എങ്കിൽ കൂടിയും ഒരുമിച്ച് നിന്ന് ഒരു ബലപരീക്ഷണത്തിനാണ് അവർ ഒരുങ്ങുന്നത്. അവിടെ നമുക്ക് പിന്നെ 25 എങ്ങനെയൊക്കെ നോക്കിയാൽ 22 സീറ്റോടെ ഉറക്കും. അതിനാണ് സാധ്യതയുള്ളത്. ഇല്ലെങ്കിൽ മേൽ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മോദി വിരുദ്ധ തരംഗം, നമ്മൾ ആരും കാണാത്തൊരു തരംഗം ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതിനകത്ത് സംഭവിക്കുകയുള്ളൂ. എങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 245 ഈ മേഖലയിൽ നിന്ന് വളരെ പ്രബലമായ ഒരു സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതാണ്ട് പകുതിയോളം സീറ്റുകൾ അവിടെ വരികയാണ്. 383 സീറ്റുകളാണ്. ഈ 383 എന്നുള്ളത് പിന്നെ എത്ര കുറച്ചാലും അതിൽ താഴെയുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഈ സംസ്ഥാനങ്ങളിലൊക്കെ 2-3 സീറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ BJPക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ പിന്നെ ടാലി ചെയ്യുമെന്ന് വെച്ചാൽ മറ്റിടങ്ങളിൽ നിന്ന് BJP പിടിക്കുന്ന സൗത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് ടാലിയായി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ ഒരു പിന്നെ അപ്രോച്ചും അത് തന്നെയാണ്. ഈ നിങ്ങൾ 2014 സംഭവിച്ചതാണ്. തോൽക്കുന്ന മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് തോറ്റ സ്ഥാനാർത്ഥികളെ പറഞ്ഞു വിട്ടിട്ട് അത് അടുത്ത തവണ വിജയിപ്പിക്കാനുള്ള ഒരു പിന്നെ കാര്യപരിപാടികൾ അവിടെ നിങ്ങൾ 5 കൊല്ലം കൊണ്ട് ചെയ്തെടുക്കൂ എന്ന് പറഞ്ഞ് അതിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് BJP മുന്നേറിയത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ 2014 നേടിയ സീറ്റുകളെ 282 എന്നുള്ളത് 303 വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. അങ്ങനെയാണ്. അതേ തന്ത്രമാണ് അവരിപ്പോഴും ഇവിടെ പയറ്റുന്നത്. ഒരു പക്ഷേ പിന്നെ തിരുവനന്തപുരവും നമ്മുടെ കേരളത്തിൻ്റെ കാര്യം വെച്ച് നോക്കിയാൽ തിരുവനന്തപുരവും തൃശ്ശൂരും അപ്പോൾ തിരുവനന്തപുരം കിട്ടില്ല എന്നും കിട്ടുമെന്നും വാശിക്കുന്നത്. ഇനി കിട്ടിയില്ല എങ്കിൽ പോലും അത് ഇക്കുറിക്ക് വേണ്ടിയോട്ടായിരുന്നില്ല അടുത്തതാണത്. ഇതൊരു സ്ട്രാറ്റജിയാണ് വാസ്തവത്തിൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 283 എന്ന് പറയുന്നത് കുറയാനുള്ള സാധ്യത തൽക്കാലം നമ്മൾ കാണുന്നില്ല. എങ്കിലും പിന്നെ ഈ പറഞ്ഞ ഒരു വാദത്തിന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. എങ്കിലും ഒരു 172 മുകളിലേക്ക് 183 മുകളിലേക്ക് പോകാനാണ് സാധ്യത.